ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇതെൻ്റെ തുർക്കി സീരീസിലെ രണ്ടാമത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ വ്ളോഗ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കാണണം. ഫസ്റ്റ് ഡേയിൽ വ്ളോഗ് 1 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്തതും പിന്നെ ബോസ്ഫോറസ് ക്രൂയിസ് ഡിന്നറും അതിൽ ലൈവ് ഷോകളും മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഇസ്താംബൂളിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസത്തിലെ ഹൈലൈറ്റുകൾ മാത്രമാണ് കേട്ടോ. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. വെറൈറ്റി ഓഫ് ചീസസ് ആണ് നമുക്ക് തുർക്കിയിൽ കഴിക്കാൻ കിട്ടിയത് കേട്ടോ. സെക്കൻഡും തേർഡും ഡേ ഞങ്ങൾ ഇസ്താംബൂളിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 മെയിൻ പ്ലാനുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സിറ്റിയുടെ തന്നെ ഹൈലൈറ്റ്സുകളായ ചരിത്ര പ്രാധാന്യമുള്ള ബ്ലൂ മോസ്ക് കാണണം, അതുപോലെ ഹദിയ സോഫിയ കാണണം, ദ മെയിൻ ആൻഡ് വൺ ആൻഡ് ഓൺലി ഗ്രാൻഡ് ബസാർ. പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ടുണ്ടായിരുന്ന ഒരു പ്ലാൻ ഫോട്ടോഷൂട്ടാണ്. ശരിക്കും എൻജോയ് ചെയ്തൊരു ഫോട്ടോഷൂട്ടും ആയിരുന്നു അത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയിട്ട് നമുക്ക് സിറ്റിയിലേക്ക് ഇറങ്ങാം കേട്ടോ. മെഹ്മദ്, ഇന്നത്തെയും നാളത്തെയും ഞങ്ങളുടെ travel guide. Going to start in our also the must places to visit in Istanbul, which is that the Blue Mosque, Hagia Sophia, Hippodrome and Grand Bazaar. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മെയിനായിട്ട് ഓൾഡ് സിറ്റിയുടെ പഴയ മാപ്പും ന്യൂ സിറ്റിയുടെ മാപ്പും തമ്മിലുള്ള വ്യത്യാസമൊക്കെ കാണിച്ചു തരുവാണ് കേട്ടോ. ഓട്ടോമൻ ഭരണകാലത്തെക്കുറിച്ച് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ടൂർ ഗൈഡ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും കേട്ടോ. ബ്ലൂ മോസ്കിൻ്റെ അടുത്ത് തന്നെയുള്ള ഹിപ്പോഡ്രം ഏരിയയിൽ കണ്ട ഒരു വലിയ സ്റ്റോൺ വർക്കാണിത്. എന്തോ 200 ടണ്ണാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്ന ഒറ്റ കല്ല് തീർത്തതാണ്. അതിപുരാതനമായ ഈജിപ്ഷ്യൻ ലിപികളൊക്കെ ഇതിൽ കാണാം. ഇത് ഈജിപ്തിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. ഹിപ്പോഡ്രം ഏരിയയിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ ബ്ലൂ മോസ്കിലെത്തും. ബ്ലൂ മോസ്കിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഷൂസൊക്കെ ഊരി വെച്ച് അതുപോലെ തലയൊക്കെ ശരിക്കും കവർ ചെയ്തിട്ട് വേണം അതിനുള്ളിലേക്ക് കടക്കാനായിട്ട് കേട്ടോ. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ വൈഭവം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് സുൽത്താൻ അഹമ്മദ് പഹൽവാൻ പണിതുയർത്തിയ മോസ്കാണിത്. ഈ സുൽത്താൻ മോസ്കിന് എങ്ങനെയാണ് ബ്ലൂ മോസ്ക് എന്ന് പേര് വന്നത്? 20,000 ഹാൻഡ് മെയ്ഡ് ടൈൽസ് വെച്ചിട്ടാണ് ഈ മോസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഹാൻഡ് മെയ്ഡ് നാച്ചുറൽ കളർ ഉപയോഗിച്ചിട്ടുള്ള ടൈൽസുകൾ. അതിലൊട്ടുമിക്കതും ടർക്കോയിസ് കളർ ആയതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം അതിലൂടെ കടന്നു പോകുമ്പോൾ ഈ മോസ്കിന് ഒരു ബ്ലൂയിഷ് കളറാണ് നൽകുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം യുനെസ്കോൻ്റെ താഴെ വരുന്നതാണെങ്കിലും സ്ഥിരമായിട്ട് ഇവിടെയൊക്കെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ലൈറ്റുകളൊക്കെ കണ്ടോ? ഇപ്പം ഇതൊക്കെ ഇലക്ട്രിക് ലൈറ്റുകളാണ്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഓസ്ട്രിച്ചിന്റെ എഗ്ഗ് തുറന്നിട്ട് നമ്മൾ മുട്ടയുടെ ഷെല്ലില്ലേ, മുട്ട പൊട്ടിച്ച് ചോദിക്കുമ്പോൾ, പക്ഷെ ഓസ്ട്രിച്ചിന്റെ ഭയങ്കര ഹാർഡാ. അന്ന് കാലത്ത് അവര് ലൈറ്റൊക്കെ ദിയ വെച്ചിരുന്നത് ഈ ഓസ്ട്രിച്ചിന്റെ എഗ്ഗിലാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതതിൻ്റെ ഔട്ട്സൈഡിൽ നിന്നുള്ളൊരു ലുക്കാണ് കേട്ടോ. നല്ല മനോഹരമാണ്. നമ്മളത് കണ്ട് നോക്കി നിന്ന് പോവും. നമ്മുടെ താജ്മഹലിനൊക്കെ പോലെ ഉണ്ടെന്ന് ഞാൻ എൻ്റെ ഗൈഡിൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഈ ബ്ലൂ മോസ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹഗിയ സോഫിയ. ഇത് ഹഗിയ സോഫിയ. ഇതിൻ്റെ നേരെയാണ് സുൽത്താൻ മോസ്ക്. ഹഗിയ സോഫിയ ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. ആദ്യകാലങ്ങളിൽ അതൊരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നെന്നും ഒട്ടോമൻ തുർക്കി സാമ്രാജ്യം വന്ന സമയത്ത് അതൊരു മുസ്ലിം അധിനിവേശം വന്നെന്നും പിന്നീട് അതൊരു മ്യൂസിയമായിട്ട് മാറിയെന്നുമാണ് ചരിത്രം പറഞ്ഞു തന്നത്. എന്തായാലും നമുക്കതിലേക്ക് കടക്കാൻ പറ്റിയില്ല. അവിടെ എന്തോ പണികൾ നടക്കുന്നുള്ളത് കൊണ്ടും പിന്നെ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ നമ്മൾ അതിലേക്ക് കടന്നില്ല കേട്ടോ. നമ്മൾ പുസ്തകങ്ങളിൽ മാത്രം പഠിച്ച് മറന്നുപോയ കുറേ ഏടുകൾ കണ്ട ഒരു ഓർമ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മുടെ വഴിയോര കച്ചവടക്കാരിലേക്ക് പതിയെ ഞങ്ങൾ നടന്ന് നീങ്ങി കേട്ടോ. ഇത് നമ്മുടെ ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇവരുടെ what is the name of this? Simit. S-I-M-I-T. It's all called simit? Yes.
ടേസ്റ്റ് നോർമൽ ബ്രെഡാണ്, അതിൽ കുറച്ച് എള്ളിൻ്റെ ഫ്ലേവറും ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ചെസ്റ്റ്നട്ടായിരുന്നു. നമുക്കിവിടെ കിട്ടും ലുലുവിൽ. നമ്മൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യലും അല്ലെങ്കിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കലൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ആയിരുന്നു. നമ്മൾ ത്രൂ ഔട്ട് ദ ജേണി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കലുണ്ടായിരുന്നു ചെസ്റ്റ്നട്ട്. ടിക്കറ്റ് എടുത്തില്ലേ? അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഇവരുടെ മെട്രോയിൽ കയറാതിരിക്കരുതല്ലോ. അപ്പം നമ്മൾ ഇവരുടെ മെട്രോയിലൊക്കെ കയറിയിട്ട് നമ്മൾ ഇനി ഗ്രാൻഡ് ബസാറിലേക്ക് പോവാണ് കേട്ടോ. നമ്മളീ നടന്ന് ചെല്ലുന്നത് എവിടേക്കാണെന്നറിയോ? ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ വാണിജ്യ കേന്ദ്രം ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. 16-ാം നൂറ്റാണ്ടിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ കറൻ്റ്ലി ഒരു 4000 ഷോപ്പുകൾ ഉണ്ടെന്നാണ് ടൂർ ഗൈഡ് പറഞ്ഞത്. പ്ലസ് 2.5 lakhs പീപ്പിൾ ഡെയിലി അവിടെ വിസിറ്റ് ചെയ്യുമെന്ന്. ഇതാണ് സുൽത്താനേറ്റ് സ്റ്റോൺ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ലൈറ്റ് അനുസരിച്ചിട്ട്. തുർക്കി വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും വാങ്ങിച്ചുകൊണ്ട് പോരെ കേട്ടോ. പിന്നെ തുർക്കിയിൽ വിസിറ്റ് ചെയ്ത് എല്ലാവർക്കും അറിയാം അവിടുത്തെ പൂച്ചകൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. അവിടുത്തെ പൂച്ചകൾ പൂച്ചേ ഇത് ഒരു ഷോപ്പിംഗ് പ്ലേസ് മാത്രമല്ല, അത് അവരുടെ കൾച്ചറാണ്. ദ റിയൽ തുർക്കി ഇസ് ദർ. സുൽത്താനേറ്റ് സ്റ്റോണ്, ടർക്കോയി സ്റ്റോണ്, പല തരത്തിലുള്ള നാച്ചുറൽ സ്റ്റോണുകൾ ഞാനും ഒത്തിരി വാങ്ങിച്ചു കേട്ടോ നെക്സ്റ്റ് ഡേയിൽ. പിന്നെ ഗോൾഡ് സൂക്കാണ് അവിടെ, നിറച്ച് ഗോൾഡ് സൂക്ക. പിന്നെ മസാലകൾ. പിന്നെ എടുത്തു പറയേണ്ടത് ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ഒക്കെ കോപ്പി പ്രൊഡക്ട്സ് അവിടെ കിട്ടും. പിന്നെ തുർക്കി ലാമ്പുകൾ, ഇതേ നോക്കിയേ, നമ്മുടെ പുട്ടുകുറ്റി പോലെയുള്ള വളകൾ. ഇന്ന് നമ്മളിതൊക്കെ കണ്ടുപോയിട്ട് നാളെ ഫുൾ ഷോപ്പിംഗ് ഇവിടെയാണ്. ശരിക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ത്യ നമസ്തേ. ഓട്ടക്കോയ് ഐസ്ക്രീം അവിടെ ഞാൻ കഴിക്കണ ഹീറ്റ് കൊണ്ട് മെൽറ്റ് ആവത്തില്ല. ആരുടെ എനിക്ക് ഐസ്ക്രീം ഇല്ലേ? നമുക്കിത് കഴിക്കവാ. നമ്മൾ അവിടെ നിന്ന് ജാക്കറ്റ് പൊട്ടാറ്റോസ്, തുർക്കിയിലെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ജാക്കറ്റ് പൊട്ടാറ്റോ. അതായത് പൊട്ടാറ്റോ സ്റ്റീം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ നിറച്ചിട്ട് ഗ്രില്ല് ചെയ്തൊക്കെ തരുന്നതാണ്. അപ്പോൾ വിശപ്പ് കൂടിയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കാൻ ഇങ്ങനെ വന്നപ്പോഴാണ് കാണുന്നത് അവിടെ ജെല്ലി ഫിഷ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് റിയലായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പം നമ്മൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നല്ലൊരു പ്ലേസാണ് ഇസ്താംബുൾ. എത്ര പോയി കഴിഞ്ഞാലും നമുക്ക് മടുപ്പ് തോന്നത്തില്ല. ഈ സെയിം പ്ലേസിൽ കൂടെ എനിക്ക് തോന്നുന്നു ഒരു 3 times കറങ്ങിയിട്ടുണ്ടാവും. ഈവനിങ്ങിലൊക്കെ ഒത്തിരി പേര് അവിടെ വന്നിങ്ങനെ ഇരിക്കാനും ഒത്തിരി പ്രോഗ്രാംസുകളൊക്കെ ചുമ്മാ ആൾക്കാർ വന്നിങ്ങനെ പാട്ട് പാടലും ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. ഭയങ്കര ഒരു ഹാപ്പനിങ് പ്ലേസാണ് കേട്ടോ ഇത്. ബോറടിച്ചോ? എന്നാ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കണ്ടാലോ? ഇസ്താംബൂളിലെ 3rd ഡേയിലെ ഞങ്ങളുടെ പ്രധാന പ്രോഗ്രാം ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോഷൂട്ട് ഗലാട്ട ടവറിൻ്റെ റൂഫ് ടോപ്പ് സൈഡിൽ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു.
അപ്പോൾ അവർ പാക്കേജുകൾ പല പാക്കേജ് ഉണ്ട്. അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യാം. ഡ്രസ്സ്, മേക്കപ്പ്, ഫാമിലി ഫോട്ടോഷൂട്ട്, സിംഗിൾ ഫോട്ടോഷൂട്ട് എന്താണോ വേണ്ടത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതുപോലെ ചെയ്തു തരും കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ 1, 2, 3 ഡ്രസ്സ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോസ് എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ അതവർ ചെയ്തു തരും, എഡിറ്റ് ചെയ്ത് തരും. പിന്നെ വീഡിയോസ് 1, 2, 3 വീഡിയോസ് അവർ സോങ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് തരും കേട്ടോ. Hands up, turn, hands down, one hands up. തുർക്കി സീരീസൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിലൊക്കെ അവരിട്ടിരിക്കുന്ന ഡ്രസ്സും ഓർണമെൻറ്റ്സ് ഒക്കെ നല്ല സൂപ്പർ അല്ലേ? അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതുപോലെ കുറച്ച് ഫോട്ടോസും കൂടെ അവരെ കൊണ്ട് എടുപ്പിക്കാമെന്നേ. ഈ സീരീസ് പ്രീ ബുക്ക്ഡ് അല്ല കേട്ടോ. ഇതുപോലുള്ള ഒത്തിരി സ്റ്റുഡിയോസ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കയറി ചെന്ന് ഫോട്ടോ എടുത്തിട്ട് പോരാം. അമ്പരി ചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. ഇപ്പോൾ നൈറ്റാണ്, അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇറങ്ങാതാണ്. വന്നൊന്ന് കിടന്ന് ഉറങ്ങി ഞങ്ങൾ ഇന്നത്തെ ദിവസം നല്ല സൂപ്പർ ഡേ ആയിരുന്നു കേട്ടോ. ആ കുഞ്ഞ് നമുക്ക് ചായ കുടിക്കാൻ പോവല്ലോ നമ്മൾ. അപ്പം ഞങ്ങളൊരു കഫേ നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ ചോക്ലേറ്റ് കേക്കൊക്കെ സൂപ്പറാന്ന് കേട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ഞങ്ങളൊന്ന് വൈകുന്നേരം ഇറങ്ങിയതാണ്. എന്നിട്ട് ഇവരെ സൈഡാക്കിയിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു നൈറ്റ് ലൈഫിലും പോകണം. നമ്മുടെ നാട്ടിലെ ചായക്കടയിൽ പപ്സ് ഒക്കെ ഇരിക്കണ പോലെ ഉണ്ടല്ലേ. ചായ ഇപ്പൊ വരും. ആരോട്ടന്നെ ഇവിടത്തെ എല്ലാ മോസ്കും ഒരേപോലെയാണ് ഇരിക്കണേന്ന് എനിക്ക് തോന്നണേ. ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫ്ലവർ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ പോയി നടന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരില്ല. ഇതെൻ്റെ ഡയലോഗ് അല്ല കേട്ടോ, സനീഷിൻ്റെ ഡയലോഗാണ്. എന്നെ കളിയാക്കണതാണ് അതും പറഞ്ഞുകൊണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കും, എനിക്കൊരു സന്തോഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അല്ലേ. ക്ലിപ്പ് ഇത് മറ്റേ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടാണ്. ഞാനിങ്ങനത്തെ പൂ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഒത്തിരി തുലിപ്സ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ what name for this flower? Name Freesia. ഫ്ലവർ മാർക്കറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു ബക്കാലയുണ്ടായിരുന്നു. ഈ ബക്കാലയിൽ എന്തൊക്കെയാണോ ഉള്ളത് സെയിം അവിടെ നിന്ന് പറിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ആണെന്നും പറഞ്ഞിട്ട് കുറേ മൽബറീസും സ്ട്രോബെറീസും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ എന്താ ഹോട്ടലുണ്ട്, ഏരിയാസ് ആണ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ പ്ലേസ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ടാക്സിമിൽ തന്നെ താമസിക്കാം. ഇറ്റ്സ് നൈസ് പ്ലേസ്. അപ്പം ഇന്നത്തോടുകൂടി നമ്മുടെ ഇസ്താംബൂളിലെ ഫസ്റ്റ് സ്റ്റേ അവസാനിക്കുകയാണ്. വ്ളോഗ് 2 ഇവിടെ ഞാൻ എൻഡ് ചെയ്യുകയാണ്. നാളെ ഞങ്ങൾ കപ്പഡോക്യയിലേക്ക് പോവും. അടുത്ത വ്ളോഗിൽ കപ്പഡോക്യൻ വിശേഷങ്ങൾ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.